വാമം പാദം പ്രസാര്യ ശ്രുതദുരിതഹരം ദക്ഷിണം കുഞ്ചയിത്വാ ജാനുന്യാദായ വാമേതരം നിധരഭുജം ശേഷഭോഗീ നിധായ പശ്ചാൽ പാണിദ്വയേന പ്രതിഭട ശമനേ ശംഖചക്രേ ദധാന ദിവ്യോ ഭൂഷാദിയുക്ത ത്രിദശപതിനുതഃ പാദുപൂർണത്രയീശ. എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയിലെ കോട്ടയ്ക്കകത്ത് എന്ന സ്ഥലത്താണ് പൂർണ്ണത്രയീശ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇത് കൊച്ചി ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ്. സന്താനഗോപാല രൂപത്തിലാണ് ഭഗവാൻ വിഷ്ണു യോഗനാരായണൻ കുടികൊള്ളുന്നത്. അനന്തൻ്റെ മുകളിലിരുന്ന് അനന്ത ഫണങ്ങളായ കുടയുടെ കീഴിൽ ഇരുവശത്തുമായി ഭൂമിദേവിയും ലക്ഷ്മീദേവിയോടും കൂടി പരിലസിക്കുന്നതായ സങ്കല്പം. പൂർണ്ണവേദങ്ങളുടെ ഈശ്വരനാണ് പൂർണ്ണത്രയീശ ഭഗവാൻ. പൂർണ്ണം, ത്രയം, ഈശൻ എന്നീ 3 വാക്കുകളിൽ നിന്നാണ് പൂർണ്ണത്രയീശൻ എന്ന നാമമുണ്ടായത്. അർജുനൻ തൻ്റെ ആവനാഴി അല്ലെങ്കിൽ പൂണി തുറന്ന് വിഗ്രഹം പുറത്തെടുത്ത സ്ഥലമാണ് പൂണിത്തുറ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് പിന്നീട് തൃപ്പൂണിത്തുറയായി മാറി. അർജുനനാണ് ഈ വിഗ്രഹത്തിൻ്റെ പ്രതിഷ്ഠ നടത്തിയത്. പ്രതിഷ്ഠാ മുഹൂർത്തത്തിൽ ഭഗവാന്റെ വിഗ്രഹം ഒന്നുകൂടി തെളിഞ്ഞു കാണാൻ വേണ്ടി അർജുനൻ അടുത്ത് കണ്ട എള്ള് കാട്ടിൽ നിന്ന് എള്ള് പറിച്ചെടുത്ത് ഞെരടി എള്ളെണ്ണ ഉണ്ടാക്കി. അരണി കടഞ്ഞെടുത്ത് തീ കൊണ്ട് കല്ലിൽ ദീപം തെളിയിച്ചു. പ്രതിഷ്ഠാദിനത്തിന് അർജുനൻ തെളിയിച്ച ആ ദീപമാണ് ഇന്നും കെടാവിളക്കിൽ തെളിയണത്. ഇതാണ് കെടാവിളക്കിൻ്റെ കഥ. മധ്യ കേരളത്തിലെ ഉത്സവങ്ങൾക്ക് ആരംഭം കുറിക്കുന്നത് തൃപ്പൂണിത്തുറയിലെ ശ്രീ പൂർണ്ണത്രയീശൻ്റെ വൃശ്ചികോത്സവത്തോടെയാണ്. വർഷത്തിലെ 4 ഉത്സവങ്ങളാണ് പ്രധാനമായിട്ട് ഇവിടെയുള്ളത്. ഈ ഉത്സവങ്ങളെയെല്ലാം ആണ്ടടിയന്തരങ്ങൾ എന്നാണ് പറയാറുള്ളത്. ചിങ്ങത്തിൽ നടക്കുന്ന മൂശാരി ഉത്സവം 8 ദിവസമാണ് നടക്കാറ്. മൂശാരി ഉത്സവത്തിൻ്റെ പുറകിലൊരു കഥയുണ്ട്. പണ്ട് കാലത്ത് ഒരിക്കൽ ക്ഷേത്രത്തിലേക്കുള്ള പഞ്ചലോഹ വിഗ്രഹം നിർമ്മിക്കാനുള്ള അധികാരം മൂശാരിക്ക് നൽകി. മൂശാരി വിഗ്രഹം എത്ര ശ്രമിച്ചിട്ടും നിർമ്മിക്കാൻ സാധിച്ചില്ല. വിഗ്രഹം കൂടുന്നില്ല. അപ്പോൾ അദ്ദേഹം വളരെയേറെ മനസ്സ് വിഷമിച്ച് ഭഗവാനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഉറയ്ക്കുന്ന മാത്രയിൽ കൂട്ടുകൂടൻ്റെ പൂർണ്ണത്രയീശ എന്ന്. ഭക്തി പാരമ്യത്താൽ അദ്ദേഹം വിഗ്രഹത്തിനെ ആലിംഗനം ചെയ്തു. പിന്നെ ആ മൂശാരീനെ കണ്ടില്ല. അദ്ദേഹം ഭഗവാനിൽ ലയിച്ചു. ഇതിൻ്റെ ഓർമ്മയ്ക്കാണ് മൂശാരി ഉത്സവം നടത്താറുള്ളത്. തുലാമാസത്തിലെ ഉത്സവം ക്ഷേത്രം കത്തി നശിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നടത്താറ്. തൃക്കേട്ട പുറപ്പാടായി വൃശ്ചികത്തിൽ ഉത്സവം നടക്കുന്നു. ഈ ഉത്സവത്തിൻ്റെ പുറകിൽ ഒരു കഥയുണ്ട്. ഒരിക്കൽ വില്ലുമംഗല സ്വാമിയാർ ക്ഷേത്രത്തിലെത്തി. അപ്പോൾ അദ്ദേഹത്തിന് ഉൾക്കണ്ണിൽ മനസ്സിലായി ഭഗവാൻ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലില്ല എന്ന്. അദ്ദേഹം ഭഗവാനെ തപ്പി ക്ഷേത്രത്തിൻ്റെ പുറത്ത് നടന്നു. അപ്പം അതാ പുറത്ത് എഴുന്നള്ളിച്ച് നിൽക്കണ 15 ആനകളുടെ പുറത്ത് ഭഗവാൻ ഉണ്ണിക്കണ്ണൻ്റെ രൂപത്തിൽ ചാടി ചാടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. ഇതാണ് തൃക്കേട്ട പുറപ്പാടിൻ്റെ പുറകിലുള്ള ഐതിഹ്യം. അതുകൊണ്ട് തന്നെ ഈ വൃശ്ചികോത്സവ കാലത്ത് നടക്കുന്ന 8 ഉത്സവ ദിവസങ്ങളിലും 15 ആനകളോടും പഞ്ചാരി മേളത്തോടും കൂടി നടക്കുന്ന എഴുന്നള്ളിപ്പ് ഇവിടെ വളരെ പ്രത്യേകതകൾ ഉള്ളതാണ്. അടുത്തത് കുംഭത്തിലെ പറയെടുപ്പ് ഉത്സവമാണ്. അതിൻ്റെ പുറകിലൊരു കഥയുണ്ട്. ഗംഗ എന്ന പേരായ ഒരു അന്തർജനം ഉണ്ടായിരുന്നു. ആ കുട്ടി ചെറിയ കുട്ടിയായിരുന്നപ്പോൾ തന്നെ ഭഗവാനെ കാണാനായിട്ട് ക്ഷേത്രത്തിൽ പോകുമായിരുന്നു. അവളുടെ വീട്
ക്ഷേത്രത്തിൻ്റെ അടുത്തായിരുന്നു. അവൾക്ക് 12 വയസ്സായപ്പോൾ അവളുടെ കല്യാണം നിശ്ചയിച്ചു. ഭർതൃഗൃഹം വളരെ അകലെയാണ്. തൻ്റെ ഭഗവാനെ വിട്ടു പോണ കാര്യം അവൾക്ക് ഓർക്കാനേ വയ്യായിരുന്നു. ഞാൻ എന്ത് ചെയ്യും ഭഗവാനെ, ഭഗവാനെ കാണാതെ എനിക്ക് വയ്യല്ലോ എന്നും അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ വിവാഹ ദിവസത്തിൻ്റെ അന്ന് പുലർച്ചെ അവൾ ഭഗവാനെ തൊഴാനായിട്ട് ക്ഷേത്രത്തിലേക്ക് പോയി. ക്ഷേത്രത്തിലെത്തി അവൾ തൊഴാൻ തുടങ്ങിയപ്പോൾ ശ്രീകോവിലിൽ നിന്ന് 2 കൈകൾ അവളുടെ നേരെ വന്നു. അവളെ കൂട്ടിക്കൊണ്ടുപോയി ശ്രീകോവിലേക്ക്. അങ്ങനെ അവൾ ഭഗവാന്റെ അടുത്ത് ലയിച്ചു. ഇതാണ് നങ്ങേര ഉത്സവത്തിൻ്റെ പുറകിലുള്ള ഐതിഹ്യം. ഈ ക്ഷേത്രത്തിൽ പതിവായി 5 പൂജയാണ് ഉള്ളത്. ശ്രീ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതയാണ് ഉത്സവങ്ങളിൽ നാഗസ്വരം വായിക്കുമ്പോൾ മല്ലാരി വായിക്കൽ. ഈ ക്ഷേത്രത്തിലെ പ്രധാന ചില വഴിപാടുകളാണ് എണ്ണ വഴിപാട്, കളഭാഭിഷേകം, പാൽപ്പായസം നിവേദ്യം, അപ്പനിവേദ്യം എന്നിവ. ഭഗവാന് സമർപ്പിക്കേണ്ട പുഷ്പങ്ങളാണ് തുളസി, താമര, മുല്ല. ശങ്കരനാരായണ വിളക്ക് ഇവിടെ ഈ ക്ഷേത്രത്തിൽ മാത്രമേ നടത്താറുള്ളൂ. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ മക്കളാണ് ലവനും കുശനും. ലവൻ്റെ സന്താനങ്ങളിൽപ്പെട്ട ഒരു രാജാവിനെ തൃപ്പൂണിത്തുറയിൽ കൊണ്ടുവന്ന് കേരള രാജാവായി വാഴിച്ചു എന്നും ആ രാജാവിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ടതാണ് ഇന്നത്തെ കൊച്ചി രാജകുടുംബം എന്നുമാണ് ഐതിഹ്യം. അതുകൊണ്ട് തന്നെ സൂര്യവംശ ജാതന്മാരാണ് കൊച്ചി രാജാക്കന്മാർ. ഈ പൂർണ്ണത്രയീശ ഭഗവാൻ കൊച്ചി രാജവംശത്തിൻ്റെ പരദേവതയും കുലദേവതയും ആണ്. കുട്ടികളില്ലാത്ത ദമ്പതിമാർ ഈ ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആരോഗ്യ സൗഖ്യത്തോടു കൂടിയുള്ള സൽസന്താനത്തെ ലഭിക്കും. കഷ്ടകാലം നീങ്ങാനും ഈ ക്ഷേത്രത്തിൽ വന്ന് തൊഴുന്നത് വളരെ നല്ലതാണ്. ദേവകീ സുത ഗോവിന്ദ വാസുദേവാ ജഗത്പതേ ദേഹി മേ തനയം കൃഷ്ണ ത്വാമഹം ശരണം ഗത.